അല്ല, നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. കല്യാണം മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ നിങ്ങൾ തയ്യാറല്ലേ? എന്താ നിങ്ങളൊന്നും പറയാത്തത്? കല്യാണം ഞങ്ങളുടെ നാട്ടിൽ വെച്ച് ആർഭാടപൂർവം നടത്താമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അതിപ്പോ കല്യാണമായിട്ട് തന്നെ വേണമെന്നില്ലല്ലോ. വേണമെങ്കിൽ ഒരു റിസപ്ഷൻ നിങ്ങളുടെ നാട്ടിൽ അറേഞ്ച് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ദേവൂട്ടി കല്യാണത്തിന് സമ്മതിക്കണമെങ്കിൽ അവള് പറഞ്ഞതുപോലെ താലികെട്ടെങ്കിലും മൂകാംബിക അമ്മയുടെ സന്നിധിയിൽ വെച്ച് നടത്തണം. അക്കാര്യത്തിൽ അവക്ക് നല്ല നിർബന്ധമുണ്ട്. നിങ്ങള് അച്ഛനും അമ്മയും ഒന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ ദേവൂട്ടി ആ പിടിവാശി ഉപേക്ഷിച്ചാലോ എന്നെനിക്ക് തോന്നുന്നില്ല. അവൾ ആകെ ഒരു നിബന്ധന അത് മാത്രമല്ലേ വെച്ചിട്ടുള്ളൂ. തന്നെയല്ല, അവളുടെ ആഗ്രഹത്തിന് അവളുടെ അച്ഛനും എതിരെ നിൽക്കൂല. ദേ, നിങ്ങളുടെ നാട്ടില് നല്ലൊരു സ്വീകരണം ഏർപ്പെടുത്തിയാ പോരെ? അല്ലാതെ കല്യാണം തന്നെ അവിടെ വെച്ച് നടത്തണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അവളുടെ ഇഷ്ടക്കേട് സമ്പാദിക്കാൻ നിൽക്കണ്ട. ഒരു വിധത്തിലാ അവളെ കൊണ്ടതിന് സമ്മതിപ്പിച്ചത്. ഈ ഒരു ചെറിയ കാര്യമല്ലേ അവള് പറയുന്നുള്ളൂ. അതങ്ങ് സാധിച്ചു കൊടുത്തേക്കുന്നേ. ശരി, താലികെട്ട് മൂകാംബികയിൽ വെച്ച് നടത്തണമെന്ന് ദേവൂട്ടിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞങ്ങൾക്കും അത് സമ്മതമാണ്. ദേ, കല്യാണവും താലികെട്ടും മൂകാംബിക അമ്മയുടെ മുന്നിൽ വെച്ച് നടത്താൻ ഇവര് തയ്യാറാണെന്ന്. ഇനിയിപ്പൊ നമുക്ക് മറ്റൊന്നും ആലോചിക്കാനില്ലല്ലോ. എനിക്കറിയില്ല ഇന്ദുമതി, എനിക്കൊന്നും അറിയില്ല. എന്റെ കുഞ്ഞിനെന്താ പറ്റിയത്? അവളുടെ കാര്യം ഇനി എങ്ങനെ ആവണമെന്ന് സാക്ഷാൽ മൂകാംബിക അമ്മ തന്നെ തീരുമാനിക്കട്ടെ. അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. സുരേന്ദ്രേട്ടൻ പറഞ്ഞൊന്നും നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട. അപ്പോ കാര്യങ്ങളെല്ലാം നമ്മൾ തീരുമാനിച്ച പോലെ. ദേ, ഒരു കാര്യം, കല്യാണം കഴിഞ്ഞാ പിന്നെ ആ സ്വർണത്തിന്റെ പണത്തിന്റെ കണക്ക് ചോദിച്ചു വന്നേക്കരുത്. അതിപ്പോഴേ പറഞ്ഞേക്കാം. ഇല്ലെന്നേ, കല്യാണം കഴിഞ്ഞ പിന്നെ അതൊക്കെ നിങ്ങളുടെ സ്വന്തം. എനിക്ക് ദേവൂട്ടിയെ മാത്രം മതി. ദേവൂട്ടി, എന്താ ഇയാൾ എന്നെ കണ്ടിട്ട് കാണാത്ത മട്ടി പോകുന്നത്? ഓ, മനസ്സിലായി. ആ മോതിരം കിട്ടാതെ എന്റെ പിണക്കത്തിലാണല്ലേ? നീ വിഷമിക്കണ്ട ദേവൂട്ടി. അമ്മ ആ മോതിരം തരാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് സ്വന്തമാക്കാനുള്ള അമ്മയുടെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല. ഇനി അമ്മ അത് സ്വന്തമാക്കിയാലും ആ മോതിരത്തിന് പകരം ദേ നിന്റെ വിരലിൽ ഞാനൊരു വിവാഹമോതിരം അണിയിക്കും. നിന്റെ രക്ഷയ്ക്കല്ലേ നീ ആ മോതിരം കാത്തു സൂക്ഷിച്ചത്? അതേ രക്ഷ ഞാൻ അണിയിക്കുന്ന വിവാഹമോതിരം നിനക്ക് തരും. എന്താ, നിനക്ക് ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലേ? മൂകാംബി അമ്മയെ സാക്ഷി നിർത്തിയ ഞാൻ ഈ പറയുന്നത്. നിന്റെ വിരലിൽ അധികം താമസിയാതെ എന്റെ വിവാഹമോതിരം അണിയും. എന്ത്? ഇനി ഒരിക്കലും സ്വാധീനമല്ലെന്നോ? അതെന്താ നീ അങ്ങനെ പറയുന്നത്? എന്താ എന്താ നീ പറഞ്ഞ? നിന്റെ വീട്ടുകാര് ഗഗനുമായിട്ട് നിന്റെ കല്യാണം ഉറപ്പിച്ചെന്നോ? എന്നിട്ട് നീ അതിന് സമ്മതിച്ചോ? ദേവൂട്ടി, സത്യമാണോ നീ പറയുന്നേ? ദേവൂട്ടി, നീ എന്താ പറയുന്നത്?
നീ കൂടെ അതിന് സമ്മതിച്ചെന്നോ? അല്ലാതെ വേറെ വഴിയില്ലായിരുന്നോ? ഇല്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഒരിക്കലും ഞാനത് അനുവദിക്കില്ല. നിന്റെ കഴുത്തിൽ ഒരു താലി അണിയുന്നുണ്ടെങ്കിൽ അത് ഈ സന്ദീപിന്റെ തന്നെ ആയിരിക്കും. ആരൊക്കെ എതിർത്താലും വിദ്യാമ്മ നമ്മുടെ ബന്ധത്തെ അനുവദിക്കുമെന്നും അനുഗ്രഹിക്കുമെന്നും എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇല്ല ദേവുട്ടി, എന്തൊക്കെ സംഭവിച്ചാലും നീ പറഞ്ഞതുപോലെ മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ വെച്ച് ദേവിയെ സാക്ഷി നിർത്തി നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് ഈ സന്ദീപായിരിക്കും. അതുറപ്പാ. എന്താ ദേവുട്ടി, അച്ഛനൊപ്പം പോയിട്ട് കാര്യങ്ങളൊക്കെ ഒരു തീർപ്പിലെത്തിച്ചോ? അത് ശരി. അപ്പ തോന്നിയ ധൈര്യത്തിന് നീ അയാളോട് എന്തു പറഞ്ഞു?